രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണമുന്നയിച്ച റിനി ആൻ ജോർജ് CPM വേദിയിൽ KJ ഷൈനിന് നേരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ കൊച്ചി പറവൂരിൽ പെൺകരുത്ത് എന്ന പേരിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിലാണ് റിനി പങ്കെടുത്തത്. KJ ഷൈൻ റിനിയെ CPI MLA-ക്ക് സ്വാഗതം ചെയ്തു. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ധാർമ്മികതയോടെ അവർ മുന്നോട്ട് പോകണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിച്ചത്. പേര് പറയുകയോ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നേരെ വൻ തോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത്. എന്നെക്കുറിച്ച് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല. അത്രയധികം മോശമായ കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇത് താങ്ങാൻ കഴിയില്ല. റെനി വിശ്വസിച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. റെനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തു. റെനിയെ ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട്, നിങ്ങൾ ഇതുമായി മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയാൻ റെനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വേദി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇപ്പോഴും റിനിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം, ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റിനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാട്ടോ. എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശരി, സിജോ വർഗീസ് കൂടുതൽ വിവരങ്ങളുമായി. സിജോ, എന്താണ് ഈ പരിപാടിയുടെ വിശദാംശം? അവിടെ പങ്കെടുത്ത റിനി എന്താണ് പറയുന്നത്? നിഷാദ്, ഇന്നലെയാണ് CPM ഇത്തരത്തിൽ പറവൂരിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അതായത് KJ ഷൈൻ എതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി അതിനെതിരെ ആണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പെൺകരുത്ത് എന്ന പേരിലാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPM-ന്റെ മുതിർന്ന നേതാവായ K ശൈലജ ടീച്ചറാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. KJ ഷൈൻ ഉൾപ്പെടെ ഈ വേദിയിലുണ്ടായിരുന്നു. അപ്പോഴാണ് റിനിയെയും ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്തത്. രണ്ട് സൈബർ ആക്രമണം നേരിട്ട വനിതകൾ, അതായത് ഒന്ന് KJ ഷൈൻ, മറ്റൊന്ന് റിനി. അതായത് ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പേര് പറയാത്ത ഒരു യുവ നേതാവിനെതിരെ ഒരു ആരോപണം റിനി ഉന്നയിക്കുകയും ചെയ്തു. അതിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം റിനിക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു. പേരോ രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ പറയാതെയാണ് ഇത്തരം പരാമർശം നടത്തിയത്. എന്നിട്ട് പോലും തനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഉണ്ടായതെന്ന് റിനി പറയുകയും ചെയ്തു. പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ പല രീതിയിൽ പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തത്. ഇതെല്ലാം മറ്റ് നേതാക്കൾ ചർച്ചയാക്കിയപ്പോഴും ആ വേദിയിൽ പേര് പറയാതെയായിരുന്നു റിനിയുടെ പ്രസംഗവും പരാമർശവും എല്ലാം തന്നെ ഉണ്ടായത്. മറ്റൊന്ന്, ഈ സമയത്ത് KJ ഷൈൻ നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതായത് പൊതുവെ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണ് റിനിയുടെ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം BD സതീശനായിട്ടൊക്കെ അത്രമാത്രം അടുപ്പമുള്ള ഒരാളായിരുന്നു റിനിയുടെ കുടുംബവും എന്നൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പ്രസ്താവനകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ യാതൊരു മാന്യതയും കാണിക്കാത്ത ഒരു പാർട്ടിയാണ് റിനിയുടേത് എന്ന് റിനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വിശ്വാസം നഷ്ടപ്പെട്ടാൽ CPM-ലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരാമെന്നായിരുന്നു KJ ഷൈൻ്റെ ഒരു പ്രസ്താവന. അത്തരത്തിലൊരു പ്രതികരണം KJ ഷൈൻ നടത്തുകയും ചെയ്തു. വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം KK ശൈലജ ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ തനിക്കെതിരെയും ഉണ്ടായി. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് കൃത്രിമമായിട്ടുണ്ടാക്കി അതിൽ KK ശൈലജയ്ക്ക് വോട്ട് ചെയ്യേണ്ട എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചരണം നടത്തി. അത്തരത്തിലുള്ള പ്രചരണം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ ഒരു സ്ത്രീയെ പോലും വെറുതെ വിടാത്ത രീതിയിൽ വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ UDF-ഉം എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് KK ശൈലജ നടത്തുകയും ചെയ്തത്. ഇത്തരത്തിൽ ഈ റിനിയെ CPM-ലേക്ക് സ്വാഗതം ചെയ്തതോടുകൂടി വലിയൊരു രാഷ്ട്രീയ മാനം കൂടി ഈ ആരോപണത്തിന് പിന്നിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് നിഷാദ്.